ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. ഞാനീ കാണിക്കുന്ന പോർഷൻ ഒഡോ 19, അതായത് ഒഡോ 18.4 കാണിക്കുന്നത്. അപ്പം ടോപ്പിക്ക് പറയുകയാണെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷർ. അപ്പം ഒഡോ 18 ആൻഡ് 19 യൂണിറ്റ് ഓഫ് മെഷറിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ 19 തന്നെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടാണ് ഓഡോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ, നമുക്കത് നോക്കാം. ഇൻവെൻട്രി മൊഡ്യൂള് കോൺഫിഗറേഷനിൽ യൂണിറ്റ്സ് ആൻഡ് പാക്കേജിങ് എന്നുള്ളതാണ് മെനുവിൻ്റെ പേര്. കോൺഫിഗറേഷനിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ യൂണിറ്റ് ഓഫ് മെഷർ ആൻഡ് പാക്കേജിങ് ഇത് ഇനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു മെനു കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോൺഫിഗറേഷനിൽ യൂണിറ്റ്സ് ആൻഡ് പാക്കേജിങ്സ് എടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ വേർഷനിലൊക്കെ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർ കാറ്റഗറീസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പം കുറച്ചും കൂടെ ഈസി ആക്കിയിട്ടാണുള്ളത്. അപ്പോൾ എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ പീസ് എന്ന് പറഞ്ഞ യൂണിറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ബോക്സ്, കാർട്ടൺ, ഈ 3 യൂണിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡുമാണ്. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സിൽ 10 പീസ് ഉണ്ടാവും. അതുപോലെ ഒരു കാർട്ടൂണിൽ 100 പീസ് ഉണ്ടാവും. ആ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കുറച്ച് യൂണിറ്റുകളുണ്ട്, അതവിടെ തന്നെ കീപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പുതിയ ന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ കൊടുക്കുന്ന സമയത്ത് യൂണിറ്റിൻ്റെ പേര് ഞാൻ പീസസ് കൊടുത്തു, PCS, ക്വാണ്ടിറ്റി 1 തന്നെ കൊടുത്തു. ഇതാണ് എൻ്റെ റെഫറൻസ് യൂണിറ്റ്, അതായത് എൻ്റെ ബേസ് യൂണിറ്റ് ഇതാണ്. റെഫറൻസ് യൂണിറ്റ് മീൻസ് ബേസ് യൂണിറ്റ്. ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പീസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പീസ് കാണാം, അതിൻ്റെ റെഫറൻസ് യൂണിറ്റ് പീസാണ്. ഇനി എനിക്ക് വേണ്ടത് ബോക്സാണ്. പക്ഷേ ഈ ബോക്സും പീസുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ 10 പീസാണ് ബോക്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം 8 പീസുള്ള ബോക്സ് ഉണ്ടാവില്ലേ, പല ഐറ്റംസും 5 പീസുള്ളത് ഉണ്ടാവില്ലേ. അപ്പം അതിനൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബോക്സ് എന്ന് പറയുന്നത് 10 പീസിൻ്റെതാണ്. അപ്പോൾ ഞാനിവിടെ ന്യൂ കൊടുത്തു, ബോക്സ് കൊടുത്തു. അപ്പോൾ ഇതിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ഓഫ് 10 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോക്സ് 5 ഉണ്ടാവാമല്ലോ. ഇവിടെ ക്വാണ്ടിറ്റി ഞാൻ 10 കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് റെഫറൻസ് യൂണിറ്റ് പീസ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം 10 പീസാണ് ഈ ബോക്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡസനൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ 12 വരും. ഞാനിവിടെ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും പീസ് ബേസ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ ബോക്സ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 പീസാണെന്നല്ല. ഇപ്പോൾ ഈ കാർട്ടൂൺ കൂടെ, ഇപ്പം 100 പീസിലൊരു കാർട്ടൂൺ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ന്യൂ കൊടുത്തു, CTN of 100 എന്ന് കൊടുത്തു. ഈ CTN of 100 മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഞാനിവിടെ 100 കൊടുത്തു. എൻ്റെ റെഫറൻസ് യൂണിറ്റ് പീസാണ്. അപ്പോൾ 3 യൂണിറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പീസ്, ബോക്സ്, കാർട്ടൺ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്ട്സ് എടുത്തു, അതിൽ ന്യൂ കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രൂ ആണ് എൻ്റെ ഐറ്റം. ഓക്കെ, ഈ സ്ക്രൂവിൻ്റെ യൂണിറ്റ് ഇവിടെ കണ്ടോ, സെയിൽസ് പ്രൈസിൻ്റെ റൈറ്റ് സൈഡിൽ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ യൂണിറ്റ്സ് ഉണ്ട്. ഇത് സെയിൽസ് യൂണിറ്റ് ഓഫ് മെഷറും ഇത് പർച്ചേസ് യൂണിറ്റ് ഓഫ് മെഷറുമാണ്. ഞാൻ ഇവിടെ യൂണിറ്റ്സിൻ്റെ അവിടെ പീസസ് കൊടുത്തു, അതുപോലെ തന്നെ പർച്ചേസും ഞാൻ പീസ് തന്നെ കൊടുക്കുകയാണ്. നോർമലി പർച്ചേസ് നമുക്ക് ബോക്സിൽ അല്ലെ കാർട്ടൂണിൽ കൊടുക്കാം, ആ പീസ് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വരാനുള്ളത്, ഇവിടെ ഞാനിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യാണ്. ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഓർഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിലെത്തിയിട്ട് പർച്ചേസ് ഓർഡർ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ സപ്ലയറെ സെലക്ട് ചെയ്യുന്നു. ഐറ്റം സ്ക്രൂ ആണ് എൻ്റെ ഐറ്റം, ഞാൻ സ്ക്രൂ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ യൂണിറ്റ് ഓട്ടോമാറ്റിക് പീസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ബോക്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും, അതുപോലെ കാർട്ടൂൺ പർച്ചേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും. ഇപ്പം മുമ്പത്തെ വേർഷനിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഈ പീസിൻ്റെ അണ്ടറിലുള്ള എല്ലാ കാറ്റഗറീസും ഇവിടെ കാണിക്കുമായിരുന്നു. ഇപ്പം അതിന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അത് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനൊരു സെറ്റിങ്സ് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ POയിലേക്ക് ഡയറക്റ്റ് പോയത്. ഇപ്പോൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സ്ക്രൂ സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഐറ്റം, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഐറ്റം. ഇതിൽ നമുക്ക് ഇവിടെ സെയിൽസിൽ പോയി കഴിഞ്ഞാൽ, സെയിൽസിൻ്റെ ടാബിൽ പോയി കഴിഞ്ഞാൽ പാക്കേജിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇപ്പോൾ പാക്കേജിങ്ങിൽ എന്തൊക്കെയാണോ നമുക്ക് ഈ ഒരു ഐറ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ, ഹയർ യൂണിറ്റുകൾ, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാർട്ടൂൺ ഓഫ് 100, അതുപോലെ ബോക്സ് ഓഫ് 10 ആണുള്ളത്.
അപ്പോൾ ഞാനിതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഈ ഒരു വേർഷൻ മുതൽ നമുക്ക് ഈ ബ്രാക്കറ്റിൽ 110 മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നില്ല. ഇതിവിടെ തന്നെ ക്ലിയറാണ്, നമുക്കിവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാനിതിങ്ങനെ തന്നെ കൊടുത്തതിന് ശേഷം അത് ഒഴിവാക്കിയിട്ടുള്ളതും കൂടെ ചെയ്ത് കാണിക്കാം. ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സ്ക്രൂവിന് 3 യൂണിറ്റായി. ബേസ് യൂണിറ്റ് പീസസ് ഉണ്ട്, അതുപോലെ തന്നെ ബോക്സും ഉണ്ട്, കാർട്ടണും ഉണ്ട്. ഇനി ഞാൻ വീണ്ടും പർച്ചേസ് ഓർഡറിൽ പോയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാണ്. സപ്ലയറെ സെലക്ട് ചെയ്തിട്ട് ഐറ്റത്തിലൂടെ സ്ക്രൂ കൊടുത്തു. ഇവിടെ നമുക്ക് പീസസ് കാണാം, ബോക്സ് കാണാം, അതുപോലെ തന്നെ കാർട്ടൺ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ബോക്സ് ഓഫ് 10 ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബോക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കിലേക്ക് 10 പീസാണ് കയറുന്നത്. അങ്ങനെയാണ് വരിക. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് പാക്കേജിൽ പോയിട്ട് ഈ ബോക്സ് ഓഫ് 10 എന്നുള്ളതിൻ്റെ ഈ ബോക്സ് 10 വേണ്ട, ഞാനിത് റിമൂവ് ചെയ്തു. ഇതാണ് ആക്ച്വലി നമുക്കിപ്പോൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന സമയത്ത് ബോക്സ് ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ബോക്സ് ഓഫ് 10 എന്നാണ് കാണിക്കാം. അപ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ കാർട്ടൂണിൻ്റെ 100 ഒഴിവാക്കി. ഓക്കെ. ഇനി എനിക്ക് വേറൊരു ഐറ്റം വരുന്നുണ്ട്. ആ ഐറ്റത്തിൻ്റെ ബോക്സ് 20ൻ്റെ ബോക്സാണ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും ന്യൂ കൊടുത്തിട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, 20 കൊടുക്കണം. ഇതിൻ്റെ റെഫറൻസ് യൂണിറ്റ് പീസസ് ആണ്. ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ബോക്സ് 2 യൂണിറ്റ് വന്നു സെയിം നെയിമിൽ. ഒരെണ്ണം 10 ആണ്, ഒരെണ്ണം 20 ആണ്. ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ പുതിയ പ്രോഡക്റ്റിൽ ഞാൻ പേര് കൊടുക്കുന്നത് ബോൾട്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഇത് പീസ് തന്നെയാണ്. പീസ് കൊടുത്തു, പർച്ചേസും പീസ് തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ മാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ബോക്സ് വേണം. പക്ഷേ ബോക്സ് ഏത് ബോക്സാണെന്നുള്ളത് എനിക്ക് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് അത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോക്സ് സെലക്ട് ചെയ്തിട്ട് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10 ആണ് ബോക്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബോക്സല്ല നമുക്ക് വേണ്ടത്, നമുക്ക് 20ൻ്റെ ബോക്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് 20ൻ്റെ ബോക്സാണെന്നുള്ളത്. ഇപ്പോൾ മനസ്സിലാവും. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ ആ ഒരു നമ്പർ കൊടുത്തതിൻ്റെ റീസൺ ഇതാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ബോക്സും ഉണ്ട്, അതേപോലെ എനിക്ക് കാർട്ടണും ഉണ്ട്. ഇവിടെ കൊടുത്തു. അപ്പോൾ എനിക്കിത് ബോൾട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലയറെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ബോൾട്ട് കൊടുത്താൽ എനിക്കിവിടെ പീസ് കാണാം. ബോക്സ് 20 പീസിൻ്റെ ബോക്സും ഉണ്ട്, കാർട്ടൺ 100 പീസാണ്. ഇത്രയും കാണിച്ചു. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഞാനൊരു ബോക്സ്, ഈ ഒരു ബോൾട്ട് ഒരു ബോക്സ് പർച്ചേസ് ചെയ്യാണ് 20 പീസിൻ്റെ. അതേപോലെ തന്നെ സ്ക്രൂ ഞാനൊരു ബോക്സ് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ സ്ക്രൂവിലെ ബോക്സ് എന്ന് പറയുന്നത് 10 പീസാണ്. പ്രൈസ് ഞാൻ രണ്ടിനും 1 കൊടുത്തു, കൺഫേം ഓർഡർ കൊടുത്തു, ദെൻ റെസീവ് കൊടുത്തു. റെസീവ് കൊടുക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലായി 20 പീസാണ് സ്റ്റോക്കിലേക്ക് കയറുക ബോൾട്ടിൻ്റെ. പക്ഷേ നമ്മൾ ബോക്സാണ് പർച്ചേസ് ചെയ്യുന്നത്. ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോക്സിൽ 20 പീസ് ഉണ്ട്. സ്ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ബോക്സിൽ 10 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു യൂണിറ്റ് ഓഫ് മെഷർ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മുമ്പത്തെ വേർഷനിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിരുന്നു. നമുക്ക് എല്ലാ ബോക്സും കൂടെ താഴെ കാണിച്ചു തരും, അതുപോലെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആ കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് കാണിച്ചു തരും. ഇതാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതിൽ പാക്കേജിങ്ങിൻ്റെ കേസ് വരുന്നത്. പാക്കേജിങ് എന്ന് പറയുമ്പം ഞാനിവിടെ പീസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ പാക്കേജിങ് ബാർകോഡ് ഉണ്ട്. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ട് അതിന് ആ പാക്കേജിങ്ങിന് പർട്ടിക്കുലർലി ബാർകോഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് ഓഫ് മെഷർ ഓഡോയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതും അത് ഓരോ പ്രൊഡക്റ്റിന് എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു യൂണിറ്റ് ഓഫ് മെഷർ നമ്മളെ സ്റ്റോക്കൊക്കെ ആയിട്ട് വളരെ കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ യൂണിറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല ആ പ്രൊഡക്റ്റിൽ. അപ്പം യൂണിറ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നമുക്കൊരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഐറ്റം റിസീവ് ചെയ്തു ബോൾട്ട്. അപ്പോൾ ബോൾട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എനിക്കിവിടെ യൂണിറ്റ് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ യൂണിറ്റ് എക്സാമ്പിൾ യൂണിറ്റ്സ് എന്നാക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ആ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ സേവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, കാരണം ഓൾറെഡി ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യൂണിറ്റ് ഓഫ് മെഷറിൻ്റെ കൺസെപ്റ്റ്. താങ്ക് യു.